എവരിവൺ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണ്, അതിന്റെ പേരെന്തായിരുന്നു? ഒരു വളരെ സിമ്പിൾ ആയ ഒരു റെസിപ്പിയാണ് ചപ്പാത്തി സ്ക്രാമ്പിൾ. ചപ്പാത്തി സ്ക്രാമ്പിൾ. ഇതിന്റെ മലയാളം വാക്കുന്നെങ്കിലും ചപ്പാത്തി കുത്തിപ്പൊരിച്ചത്. അപ്പോ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങള് ഇത്രയും സാധനങ്ങളാട്ടോ. ഇതാ ഇങ്ങനെയുള്ള ഓരോരോ എന്തൊക്കെയാണ് ഈ സാധനം? നമ്മളുടെ ചപ്പാത്തി ലെഫ്റ്റ് ഓവർ ആണ്. ഇന്ന് രാത്രി ബാലൻസ് വന്ന ചപ്പാത്തിനെ ഞാൻ അങ്ങനെ പീസ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമാണ് രാത്രി ബാലൻസ് ചപ്പാത്തി എടുക്കണം? നിർബന്ധമൊന്നുമില്ല. ഈ ചപ്പാത്തി വെച്ചിട്ട് മടിയന്മാരൊക്കെ ആണെങ്കിൽ കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്കിപ്പോ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് വേണം, നിങ്ങൾക്ക് ഇനി ബാക്കി വന്നത് കഴിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കാം, വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ചപ്പാത്തി നമ്മള് ഇങ്ങനെ കഷ്ണം ചെറിയ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. കാരണം ഞാൻ തലേന്ന് രാത്രി ഉപയോഗിച്ച ചപ്പാത്തി തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ചപ്പാത്തി തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാനൊരു 3 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയില വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ. ഒരു തക്കാളി മീഡിയം സൈസ് ഉള്ളത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി, ഇത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കാണുന്നത്. വേണമെങ്കിൽ 2 മീഡിയം സൈസ് എടുക്കുക, അല്ലെങ്കിൽ ഒറ്റ വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുക. പച്ച ചുവപ്പായി പോയി, പച്ചമുളകാണ് അത്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക്. അപ്പൊ നമ്മൾ കിച്ചണില് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പോവാൻ വിളിക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് ആദ്യത്തെ കുക്കിംഗ് ആണ് ഈ ദിവസത്തെ. ചൂടായി വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകും ജീരകം ഇട്ട് കൊടുക്കുക. കടുകും ജീരകം നമ്മൾ നേരത്തെ ആ ഇൻഗ്രീഡിയൻസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, മിസ്സായിപ്പോയതാണ്. വറവിടുമ്പോ നോർമലാണ്. കുറച്ച് കടുകും പേരിന് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ പോലും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് അത് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ വെച്ചിരിക്കുന്ന ഉള്ളി കൊടുക്കുക. ഉള്ളിയുടെ ഒപ്പം തന്നെ വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് കളർ മാറി വന്നാൽ മതി, ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് ഇത് ഒരു 2 മിനിറ്റ് ഒക്കെ നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് ആയി വരുമ്പോൾ കണ്ടോ, കളർ വലിയ കാര്യത്തില് മാറി വരുന്നൊന്നുമില്ല, ബ്രൗൺ ഒന്നും ആയിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ചോപ്പ് ചെയ്ത് വെച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനൊരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പ് എല്ലാവരും അവരവരുടെ പാകത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാൻ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ 1 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് ഇനി നന്നായി ഒരു 2-3 മിനിറ്റ് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോ ഇവിടെ വെച്ച ഈ തക്കാളിയും ഉള്ളിന്നൊക്കെ എണ്ണ ഇങ്ങനെ റിലീസായി തുടങ്ങി അല്ലേ? കാണാല്ലേ? എല്ലാ വീഡിയോയിലും പറയുന്നത് എണ്ണ റിലീസ് ആണ് കണക്ക് പോയിന്റ് അല്ലേ? അപ്പൊ ഇതിനെ ഞാൻ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് കുക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ എന്നോട് പറയുക, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ സാധനം എണ്ണ വിടുന്ന സമയത്ത് എണ്ണ വിടുന്ന അന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താന്നുള്ള ഞാൻ ഇങ്ങനെ കാത്തിരിക്കാൻ. അപ്പൊ ഇതിപ്പോ എണ്ണയൊക്കെ റിലീസായി ഇങ്ങനെ വരുമ്പോ ഞാൻ ഈ തക്കാളിനെ ഉള്ളിനെ ഒന്ന് സൈഡാക്കി കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് മുട്ട ഉണ്ടല്ലോ അതിനെ ഇതിലേക്ക് ഇടാം, ഒഴിച്ചു കൊടുത്തു. നന്നായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക.
നമുക്ക് വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾസ് ഓപ്ഷണൽ ആട്ടോ, ലൈക്ക് ക്യാരറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഇടാം. ഒരു ടേസ്റ്റിനാണെങ്കിലും കുറച്ച് കളർഫുള്ളാവും. അപ്പോൾ ഞാനിതിലിപ്പോൾ തക്കാളി, ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് മുട്ടയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റ് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല, അതിൻ്റെ ക്ഷീണമുണ്ട്. അത് വീഡിയോ എടുക്കുന്നതിൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല. ആൾക്കാർ സമാധാനം പറയും, കുക്കിംഗ് എങ്കിലും നടക്കുന്നുണ്ടല്ലോ, കുറെ ചളി കേൾക്കണ്ടല്ലോ പറയും. ശരി. അപ്പോ ഇപ്പൊ നമ്മള് ഏകദേശം ഇതൊന്ന് സെറ്റായി വരുമ്പോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കാം. തലയിൽ ബാക്കി വരുന്ന ചപ്പാത്തി. അപമാനിക്കലിങ്ങനെ പറഞ്ഞ നമ്മള് നല്ലതല്ലേ, വേസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതെ, ഭക്ഷണത്തിന് കാരണവശാലും ടേസ്റ്റ് ഒന്നും പറയില്ല. നന്നായി ഒന്ന് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായ ഒരു റെസിപ്പി അല്ലേ. ഒരു 2 മിനിറ്റ് ഈ മുട്ടയും ഇട്ടതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എത്ര മിനിറ്റ്? 2-3 മിനിറ്റ്. അപ്പോൾ ഇതിപ്പോൾ 1 മിനിറ്റ് 1-2 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി ഇതായി വരുമ്പോൾ നന്നായി സോഫ്റ്റ് ആവും കേട്ടോ ചപ്പാത്തി. മിക്സായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഗരം മസാല, പേരിനൊരു പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മല്ലിയില, ഇത് 3 കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൂടി വെക്കുക. നമ്മുടെ സാധനം എന്തിന്റെ കൂടെ കഴിക്കാതെ ഈ സാധനം? നമുക്ക് ഇത് വേണമെങ്കിൽ ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നല്ല യോഗേർട്ടിന്റെ ഒപ്പം കഴിക്കാം. ഈ അച്ചാർ പ്രേമികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് അച്ചാർ യൂസ് ചെയ്യാം. അപ്പോൾ പിക്കിളിന്റെ കൂടെ അല്ലെങ്കിൽ യോഗേർട്ടിന്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ നമുക്ക് ഇത് എല്ലാം ഉണ്ട്. എല്ലാത്തിനും കൂടെ കഴിക്കാം. മിക്സ് ചെയ്ത് അങ്ങോട്ട് അടിക്കാം. ഓരോ സാധനം വെച്ചിട്ട് കഴിക്കാം. അപ്പൊ ഇത് ഏകദേശം റെഡി ആയില്ലേ? നമ്മുടെ റെഡി ആയി വന്നു. നല്ല മണമൊക്കെ വരുന്നില്ലേ? അതിന്റെ പേരൊന്നും പറഞ്ഞു. ഇതാണ് ചപ്പാത്തി സ്ക്രാമ്പിൾ. ചപ്പാത്തി കുത്തിപ്പൊരിച്ചത്. കാരണം മുട്ട നമ്മൾ അതിന് ഇനിയിപ്പോ മുട്ട താല്പര്യം ഇല്ലാത്തവര് മുട്ട നമുക്ക് ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം. നമുക്ക് കുറച്ച് പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുട്ട ഇട്ടേ. ഇപ്പൊ രാവിലെ തന്നെ മുട്ട വേണ്ട എന്ന് ചിലർക്ക് തോന്നുകയാണെങ്കിൽ മുട്ട അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷെ മുട്ട ഇട്ടാൽ കുറച്ചും കൂടി ചപ്പാത്തി സ്ക്രാമ്പിൾ ആയി. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയാണ്. ഇനി ഇതിനെ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ ലാസ്റ്റ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കിത് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്താ സംഭവം എന്നുള്ളത്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഓക്കെ, മതി നോക്കട്ടെ. ദിസ് ഈസ് നൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണത്. ഓക്കെ, ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.